നിങ്ങൾ എന്താ ഈ ആലോചിക്കുന്നത്? പിന്നെ ഞാൻ ആ കുഞ്ഞു മുഹമ്മദ് സാഹിബിനെ കുറിച്ച് നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അതെ. അയാളിപ്പോ ഒരു കല്യാണത്തിന് സമ്മതിച്ചിരിക്കുക. അതിന് നമുക്കെന്താ? കെട്ടിച്ചു കൊടുക്കാൻ നമ്മുടെ പെൺകുട്ടികളില്ലല്ലോ. ഉണ്ടടി മറിയമ്മ, റംലത്ത് പെണ്ണല്ലേ? ഇതെന്ത് കൂത്താണ് നിങ്ങൾ ഈ പറയുന്നത്? അവൾക്ക് കെട്ടിയവനില്ലേ? കെട്ടിയവൻ എടി 3 മൊഴിയുടെ ബന്ധല്ലേ? അതങ്ങ് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് തലയ്ക്ക് ചൂടാ. നെല്ലിക്കത്തോളം വെച്ചാലേ ശരിയാവും. എല്ലാ വീടുകളിലും കമ്പിത്തിരിയും പൂത്തിരിയും. കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇതൊക്കെ കത്തിച്ചേനെ. നീ മനസ്സുവയ്ക്കാത്തോണ്ടാ. നോക്കിക്കോ, അടുത്ത കൊല്ലം ഈ വീട്ടിൽ ഇതുപോലൊക്കെ കത്തിക്കും. അത് നിന്റെ മിടുക്കൊണ്ട് മാത്രമാവില്ല. സമ്മതിച്ചു, നിങ്ങളുടെ മിടുക്കൊണ്ട് തന്നെയാ നടക്കുന്നത്. എങ്ങനെ, കൊള്ളാമോ? തെറ്റില്ല. രണ്ടാം കല്യാണാണ്. അപ്പോ ആദ്യ ഭർത്താവ്? അവൻ അത്ര സുഖമില്ലാത്തവനായതുകൊണ്ട് മൊയ് വാങ്ങി. ആ, അതിരിക്കട്ടെ, പെണ്ണിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ ശ്രമിക്കുമായിരുന്നു. ചുരുക്കത്തില് കല്യാണം കഴിക്കാൻ സമ്മതാണെന്ന്. പെണ്ണേതാണെന്ന് പറഞ്ഞില്ല. എന്റെ മോള് തന്നെ, റംലത്ത്. ഓ, പറയുമ്മ, കുഞ്ഞു മുഹമ്മദ് സാഹിബ് റംലത്തിന് കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. നിങ്ങൾ എന്ത് പച്ചപ്രാന്തായി പറയുന്നത്? നൊസ്സുണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? കല്യാണം കഴിഞ്ഞ ഒരു ആണിനോടൊത്ത് കഴിയുന്ന ഒരു പെണ്ണിനെ? അതല്ലേ ഇബ്ലീസ് എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി അവന്റെ അവളുടെ മൊഴി വാങ്ങണം. മാവേ കിടക്കുന്ന മാങ്ങ പറിച്ചെടുക്കുന്ന എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന കാര്യം പോലാണല്ലോ നിങ്ങളുടെ സംസാരം. ഒരു കാരണവും കൂടാതെ. കാരണം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അതിനാ തലച്ചോറ്. നാളെ ഉച്ചയ്ക്ക് റംലത്ത് കുളിക്കാൻ പോകും. ആ സമയത്ത് നീ സുൽഫിക്കറിന് എന്റെ മുറിയിൽ വരുത്തണം. എന്നിട്ട് അവനെ കയറി പിടിക്കണം. ആ സമയത്ത് ഞാൻ അവിടെ വരും. എന്റെ റബ്ബേ, എന്നെ കൊണ്ടാവില്ല ഈ പൊല്ലാപ്പിനൊന്നും കൂട്ടുനിൽക്കാൻ. പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇഞ്ചി കുത്തൂത്തി കളിഞ്ഞാൻ. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും വിരോധമില്ല. റംലത്തിന് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. രണ്ടാനുമ്മയാണെങ്കിലും അവൾ എനിക്ക് സ്വന്തം മോളെ പോലെയാ. ആണോ? എങ്കിൽ അവള് സുഖമായി ജീവിക്കുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ? സുൽഫിക്കറിന് പിരിഞ്ഞുള്ള ജീവിതം അവൾക്ക് ഒരിക്കലും സുഖമായിരിക്കില്ല. അവൾ അവനെ അത്രയധികം സ്നേഹിക്കുന്നു. നീ എന്നെ പിശാചാക്കരുത്. ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഈ വീട്ടിന്റെ ആദ്യം എടുക്കുന്ന മയ്യത്ത് നിന്റേതായിരിക്കും. ഓർമ്മിരിക്കും. എന്ത് മാങ്ങാത്തൊലിയാണ് ഇത്ര കണ്ട് ആലോചിക്കാനുള്ളത്? പെണ്ണിന് പൊന്നൊന്നും കൊടുക്കണ്ട. ഉടുപടവങ്ങളെല്ലാം ചെറുക്കന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. മറ്റു ചുറ്റുവട്ടങ്ങളൊന്നും ആവശ്യമില്ല. പെണ്ണിനെ അങ്ങ് നിക്കാഹ് ചെയ്ത് കൊടുക്കണം, അത്ര തന്നെ. ഒരാഴ്ചക്കകം നിക്കാഹ് നടത്തണമെന്നല്ലേ കുഞ്ഞായൻ പറയുന്നത്. അപ്പോഴാണ് എനിക്ക് പിടികിട്ടാത്തത്. ആ കാര്യത്തിൽ ഒരു നീക്കുപോക്കുമില്ല. ചെറുക്കൻ പെർഷ്യയില്ല, ലീവ് എടുത്ത് വന്നിരിക്കുക. കല്യാണം കഴിഞ്ഞ 1 മാസമെങ്കിലും പെണ്ണിനും ചെറുക്കനും തട്ടിമുട്ടി ഉരസി കഴിയണ്ടേ? മനസ്സിലായ? കേട്ടിടത്തോളം നല്ലൊരു കാര്യമായിട്ടാ തോന്നുന്നത്. അല്പം പ്രയാസപ്പെടേണ്ടി വന്നാലും നമുക്കിത് നടത്തിക്കളയാം. ആ പറഞ്ഞതാണ് അതിന്റെ ശരി.
നിങ്ങളുടെ വീടരോളോ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാതായി പോയല്ലോ എന്റെ അബ്ദുള്ള കുഞ്ഞിക്ക. മനസ്സിലായ? എടി സജിമോളെ, നീ പറഞ്ഞില്ലെങ്കിലും വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? കല്യാണം ഉറപ്പിച്ച വിവരം കൊട്ടിപ്പാടി നടക്കണോ ഞാൻ? അത് ബോറ. എന്നാലും നാം തമ്മിലുള്ള ഇരിപ്പ് നിലയ്ക്ക് നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നു. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നാം ഇപ്പോഴല്ലേ ആദ്യമായി കാണുന്നത്? ഞാൻ പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ ഈ വീട്ടിന്റെ ആദ്യം എടുക്കുന്ന മയ്യത്ത് നിന്റേതായിരിക്കും. ഓർമ്മയിരിക്കും. ഇവിടെയും ഒന്നും കാണുന്നില്ല. ഞാനിപ്പോ കണ്ടില്ലോ. എടാ ശൈത്താനെ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ഈ ദ്രോഹി വന്നെന്നെ. എലീമ, ഇബ്ലീസേ, നീ അത്രയ്ക്കായോ? എലീമ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. വേണ്ടടാ, നീ ഒന്നും പറയണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. വീട്ടിൽ കയറ്റാൻ കൊള്ളത് ഹിമാർ. ഈ വീടുമായുള്ള നിന്റെ ബന്ധം ഇതോടെ അവസാനിപ്പിക്കണം. റംലത്തിന് നീ ഇപ്പൊ മൊയ്യല്ലോ. എടാ നിർക്കോലി, പോയി കത്തിപ്പിനെ വിളിച്ചോണ്ടാ. റംലത്തിന് മൊഴി ചെല്ലാനും എന്തിന്? തോന്നുമ്പോഴൊക്കെ നിക്കാതെ കഴിക്കാനും മൊഴി ചെല്ലാനും ഞാനെന്താ ചന്ത ചെറുക്കാനാണോ? നീ വലിയൊരു സുജായി. നിന്റെ മഹത്വമാടാ ഞാനിപ്പോ കണ്ടത്. എന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അറിയാമല്ലോ. എങ്കിൽ തടി ചീത്തയാക്കാതെ ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. റംലത്തിന്റെ മൊഴി ഉടനെ ചൊല്ലണം. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ ഭാര്യ ചെയ്ത തെറ്റിന് ഞാനും റംലത്തും ശിക്ഷ അനുഭവിക്കണം അല്ലേ? പാമ്പെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി എന്നെ കയറി പിടിച്ചിട്ട്. വേണ്ടടാ, എന്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചക്ക് നിന്റെ വിശദീകരണം ആവശ്യമില്ല. അറിഞ്ഞു മോളെ, ഉറങ്ങിക്കിടക്കായിരുന്നു നിന്റെ ഇളമിയെ നിന്റെ കെട്ടിയും കയറി പിടിച്ചു. ഇവർ പറയുന്ന ഒന്നും നീ വിശ്വസിക്കരുത്. നിന്റെ എലിയുമാണ് എന്നെ കയറി പിടിച്ചത്. ചെയ്ത തെറ്റുകളൊന്നും പറയാഞ്ഞിട്ട് എനിക്കൊരു കളവും കൂടി പറയണം. എടാ, ഒരേ സമയത്ത് എന്റെ ഭാര്യയും മകളെയും നിന്റെ ഭാര്യമാരാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന വ്യാമോഹം നീ ഇതോടെ അവസാനിപ്പിക്കണം. റമ്യത്തിൽ നീ ഇപ്പൊ തന്നെ മൊയ്യിടണം. നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തികെട്ട മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. നിൽക്ക്. നിൽക്കവിടെ. ഈ നിമിഷം മുതൽ നീ റംലത്തിനെ കാണാൻ പാടില്ല. നിങ്ങളുടെ മകൾ റംലത്തിന്റെ മൊഴി 1 ചൊല്ലി 2 ചൊല്ലി മുത്തലാക്ക് 3 ചൊല്ലി പിരിച്ചിരിക്കുന്നു. എന്താ നീ എവിടെയോ പോവാനുള്ളൊരുക്കം പോലെ? അതെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്കോ? നിങ്ങളെപ്പോലെ ഒരു ക്രൂരനായ മനുഷ്യന്റെ കൂടെ താമസിക്കുന്നതിലും ഭേദം വല്ല വിഷവും വാങ്ങിത്തന്ന് മരിക്കുകയാണ്. ഓ, അത്രയ്ക്ക് ചൂടാവാതെ. നീ മരിക്കുന്നതും മരിക്കാതിരിക്കുന്നതും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഈ സമയം നീ ഇവിടുന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ നടത്തിയ നാടകത്തിന്റെ രഹസ്യം കുറച്ചു ദിവസം കൂടി കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യം എനിക്കുണ്ട്. ഇല്ല, ഞാൻ പോകും. നീ പോവേ? ഈ വീട്ടിനെ പുറത്ത് നീ കാലുകുത്തിയാൽ അന്ന് നിന്റെ മയ്യത്തായിരിക്കും.
ദജ്ജാലപ്പൂനമ്മയുടെ കല്യാണം കഴിക്കാൻ നീ തീരുമാനിച്ചു അല്ലേ? എനിക്ക് അവളെ ഇഷ്ടമാണ്. നിന്റെ ഒരു ഇഷ്ടം. ഈ ദജ്ജാലപ്പൂ ആരാണെന്ന് നിനക്കറിയാമോ? അങ്ങാടി പിള്ളേരോടൊപ്പം എച്ചിലത വളർത്തിയും കളത്തിനേൽ കിടന്ന് ഉറങ്ങി വളർന്നവനാണ് അവൻ. 10 ചില്ലിക്കാശിന് വേണ്ടി ആരെ എന്ത് ചെയ്യാൻ പഠിക്കാത്ത നീചൻ. എടാ, നിന്റെ റംലത്തിന്റെ ഉമ്മ മരിച്ചെങ്ങനെയാണെന്ന് നിനക്കറിയാമോ? വേറും ഒരു തേങ്ങയുടെ തർക്കത്തിന്റെ പേരിൽ പൂർണ്ണ ഗർഭിണിയായിരുന്ന അവളെ ഒറ്റ ചവിട്ടിൽ കൊന്നു കളഞ്ഞാണ് അവൻ. ദജ്ജാലപ്പൂ തെറ്റ് ചെയ്തതിന് റംലത്ത് എന്ത് പഴിച്ചു? അവളൊന്നും പഴിച്ചില്ലടാ. പക്ഷേ നിന്റെ പെങ്ങൾക്കൊരു കല്യാണാലോചന വരുമ്പോ ആങ്ങളെ ദജ്ജാലപ്പൂവിന്റെ മരുമോനാണെന്ന് പറയുന്നത് എനിക്ക് ഒരു നാണക്കേടാണ്. ബാപ്പ ഇത്രയ്ക്ക് പറയുന്ന സ്ഥിതിക്ക് നിനക്ക് ആ ബന്ധം വേണ്ടെന്ന് വെച്ചുകൂടെ സുൽഫി? ഞാൻ അവളെ സ്നേഹിച്ചു പോയി. എന്നാ അത് തന്നെ നടക്കട്ടെ. പക്ഷെ ഒന്ന്, ദജ്ജാലപ്പൂവിന്റെ മരുമകനാകുന്നതിന് മുമ്പ് അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ മരിച്ചിരിക്കണം. ദജ്ജാലപ്പൂവിന്റെ മോളെ കല്യാണം കഴിച്ചിട്ട് ഈ വീട്ടിലേക്ക് കയറി വരാമെന്ന് നീ വിചാരിക്കണ്ട. ഈ വീടുമായിട്ടുള്ള നിന്റെ എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ബാപ്പ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ നിനക്ക് പറ്റുന്നില്ലേ? മോനെ, പൊയ്ക്കോ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഇനി എന്റെ മയ്യത്ത് കാണാൻ കൂടി നീ ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് പൊരുത്തമല്ല. അബ്ദുള്ള കുഞ്ഞിക്ക, എന്താ? എന്തിനാണ് ഇതൊക്കെ? കല്യാണം നടക്കൂല. അതെന്താണോ കുഞ്ഞായ? എന്താണെന്നോ? അവരെല്ലാം മാനവും മര്യാദയായിട്ട് കഴിഞ്ഞുകൂടുന്നവരാ. ഒരലവലാതി കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടാൻ ഒരുക്കമല്ലെന്ന് മനസ്സിലായോ? അലവലാതി കുടുംബമോ? വേണ്ടാതിനും പറയരുത്. പിന്നെ എന്തോ പറയാനാ? കെട്ടിയ പെണ്ണിന്റെ എളിമാനെ കേറി പിടിക്കുന്ന ആങ്കിടാങ്ങളെ പറ്റി ഈ ദുനിയാവിന്റെ ഭൂമിശാസ്ത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സുൾഫിക്കറിന്റെ കഥകൾ ഈ നാട്ടിൽ മുഴുവൻ പാട്ടായിരിക്കുകയാണ്. ആ വീട്ടുകാർ അന്തസ്സുള്ളവരായതുകൊണ്ട് എന്റെ ഈ തടിക്ക് പരിക്ക് പറ്റാതെ ഞാൻ രക്ഷപ്പെട്ടു. മനസ്സിലായ? നീ എന്തിനാ കരയുന്നത്? നേരത്തെ പ്രതീക്ഷിക്കാത്ത ഒന്നും നടന്നിട്ടില്ല. അല്ല, ഇതാരും നമ്മുടെ കിളിയല്ലേ? പഞ്ഞിക്കെട്ട് വെള്ളത്തിൽ വീണ പോലെ ആയില്ല. എന്ത് പറ്റി? നമ്മുടെ പഴയ കിളി നിൽക്കുന്നു. സുൽഫിക്ക പോയതോടെ ബസ്സിലെ ജോലി പോയി. ആകെ പരുവല്ല. ഒരു ചായ കടന്തരോ മാഷെ. ഇന്നൊരൊക്കെ നാളെ കട. അതാണ് ഇവിടുത്തെ നിയമം. ജോലിയൊന്നും ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഇവിടെ കൂടിക്കോ നമ്മുടെ ഒരു സഹായത്തിന്. നിന്നോ പറയാ, ശമ്പളവും കിമ്പളവും കിട്ടിയില്ലെങ്കിലും തീറ്റയ്ക്കൊന്നും ഒരു മുട്ടും വരില്ല. വയറെപ്പോഴും വീപ്പക്കുറ്റി പോലെ കൊണ്ട് അടക്കാം. കിളിക്കതല്ലേ വേണ്ടൂ. ദേ ഇവിടെ ഈ ബെഞ്ചുമല്ലിരുന്ന് ആഹാരത്തിന് കുറ്റം പറഞ്ഞിട്ട് പോയത് ഓർക്കണ്ടോ? ഓശിന് നിന്നല്ലേ പരിചയം. അതിവിടെ നടക്കും. എന്നിട്ട് പണ്ടാരെങ്കിലും ആവട്ടെ, വേച്ചിട്ട് തലകറങ്ങുന്നു. ഒരു ചായ വന്ന്. കിളി സാറിന് ഒരു സ്പെഷ്യൽ. ഇപ്പൊ കിളിയല്ലോ, സാധാരണ മതി. ഒരു വട കൂടി. വട വേണ്ട. ആ ഇവിടുത്തെ ബില്ല് പറ. 10 രൂപ. സാറ് നാളെ വരണം. ഇവനെ കൂടെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോക്കോ. അരിശ്രീ തന്നെ തുടങ്ങിക്കോ. അരിശ്രീ. പിന്നെ അവൻ വിറകിന്റെ പരിപാടി. ആദ്യം അരിയാട്ടല്ലേ. ചെല്ലേ. അരിയാട്ടിലാണ് എന്നെ കൊണ്ടുപോണത്. മേലെ അനങ്ങാതെ തിന്ന് ശീലിച്ചു പോയി. അതാ